അപ്പോൾ ഇന്നലെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, ഇത് പേരയ്ക്കയാണ്. പേരയ്ക്ക ആഫ്റ്റർ ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നാണ്. 2, 3, 4, 5 ടിഫിനുണ്ട്. അപ്പോൾ ആദ്യം മില്ലറ്റ് റൈസാണ്. ഇത് വൈറ്റ് മില്ലറ്റാണ്, അതാണ് കുറച്ചുകൂടെ വൈറ്റ് കളറായിട്ട്, റോ അല്ല. ഇത് പിന്നെ നമ്മുടെ ചീര കൂട്ടാൻ, ചീരത്തോരൻ എൻ്റെ ഫേവറേറ്റാണ്. ഇത് മത്തങ്ങ എരിശ്ശേരി എന്ന് പറയാൻ പറ്റത്തില്ല, മത്തങ്ങ ഉടച്ച കറി, പിന്നെ പയറൊക്കെ ഇട്ടാൽ എരിശ്ശേരി എന്ന് പറയാൻ പറ്റും. ഇത് പപ്പടം. നാരായണൻ എന്നെന്താ അറിയത്തില്ല, ഇങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് പാവയ്ക്ക, അവർ പറയും കൈപ്പയ്ക്ക വറുത്തതാണ്, എണ്ണ ഓയിൽ ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഇത് മുരിങ്ങയ്ക്ക സാമ്പാറാണ്. മുരിങ്ങയ്ക്ക സാമ്പാർ തേങ്ങയൊക്കെ അരച്ച് വെച്ചാണ്. പാലക്കാട് സാമ്പാർ തേങ്ങ അരച്ച് വെച്ച സാമ്പാറാണ്, നമ്മുടെ ഇവിടുത്തെ പോലല്ല. അപ്പോൾ എന്തായാലും എല്ലാം ഉണ്ട്. ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ അത് എടുത്തില്ല. സാങ്കേതിക കാരണങ്ങൾ, നാരായണോടെ ബിസിയാണ്, അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പലപ്പോഴും കാണിക്കാത്തത്. ഞാൻ എൻ്റെ ഊണ് കാണിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ നാരായണൻ കഴിക്കും, ചില ദിവസം കഴിക്കത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, ഡയറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം എന്തായാലും ചീരത്തോരൻ എടുക്കാം. പിന്നെ മത്തങ്ങ എരിശ്ശേരി എടുത്തു. ഇത് തൈരാണ്. തൈര് ബീറ്റ് ചെയ്ത് നല്ല മുളകൊക്കെ ഇട്ട്, നല്ല കുരുമുളക് പൊടിയും ബാക്കിയുള്ള ഉപ്പും ഒക്കെ ഇട്ട് നല്ല റെഡിയാക്കി കൊണ്ടതാണ്. ഇത് കൈപ്പയ്ക്ക വറുത്തതാണ്. പിന്നെ പാലക്കാടൻ മുരിങ്ങയ്ക്ക സാമ്പാറാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കാം. അപ്പം പലയിടത്തും പല രീതിയിലാണ് സാമ്പാർ. അവരുടെ സാമ്പാറിന് പ്രത്യേക രുചിയാണ്, നമ്മുടെ സാമ്പാർ പോലല്ല, തേങ്ങയ്ക്ക് അരച്ച് വെച്ചാണ്. പല സ്ഥലങ്ങളിൽ പല രീതികളിലാണ്. എല്ലാ രുചികളും നമ്മൾ എൻജോയ് ചെയ്യണ്ടേ, എല്ലാം അറിഞ്ഞിരിക്കട്ടെ.